ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. അപ്പോൾ തലേവർ 173 ആദ്യം ചെയ്യാനിരുന്നത് സുന്ദർ സി ആയിരുന്നു. അപ്പോൾ അതിന് രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണലും, അതായത് കമൽഹാസന്റെ പ്രൊഡക്ഷൻ കമ്പനി, അങ്ങനെ വീഡിയോസൊക്കെ അനൗൺസ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു രജനീകാന്തിനെ സംവിധാനം ചെയ്യുന്നത് സുന്ദർ സി ആണെന്ന്. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവർ പറയുവാണ് സുന്ദർ സീനെ മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പടം റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, സുന്ദർ സീനെ ഡയറക്ടർ ആക്കുന്നില്ല. എന്താണ് വിവരമെന്ന് കറക്റ്റായിട്ട് അധികം ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ എന്തൊക്കെയോ വിവരങ്ങളുണ്ട്. ഇനി വിവരക്കേടുകൾ ഉണ്ടോ എന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ചില ട്രോളുകളെ കൊണ്ട് സുന്ദർ സിക്ക് ഹിപ്പ് ഹോപ്പ് തമിഴ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ മ്യൂസിക്കിൽ ഹിപ്പ് ഹോപ്പ് തമിഴ് എന്നെ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. അങ്ങനെ അത് സമ്മതിക്കാത്തതുകൊണ്ടാണ് സുന്ദർ സി മാറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ സുന്ദർ സി അവരുടെ ഒരു എവർഗ്രീൻ കോംബോ ആയിട്ട് വന്നു, അതായത് ആമ്പളെ സുന്ദർ സി വിശാൽ ഹിപ്പ് ഹോപ്പ് തമിഴ ആ ഒരു കോംബോയിൽ വീണ്ടും സുന്ദർ സി ഒരു പടമായിട്ട് വന്നിട്ടുണ്ട്. സുന്ദർ സി വിശാൽ ഹിപ്പ് ഹോപ്പ് തമിഴ. അപ്പോൾ അവർ പുതിയൊരു സിനിമയുടെ ടൈറ്റിൽ ടീസർ റിലീസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഏതാണെന്ന് നമുക്ക് നോക്കാം. സത്യം അവരൊരു എന്താ പറയുക, ഒരു ഫൺ കോംബോ ആണ്. ആമ്പള സിനിമ കണ്ടവർക്കറിയാം, ഒരു ഫൺ പടമാണ്, ഒരു സ്പൂഫ് പോലത്തെ ഒരു പടമാണ്. നിങ്ങൾ അത് ഇഷ്ടപ്പെടും ആമ്പളെ. അങ്ങനെ അതിലെ പാട്ടൊക്കെ ആയി, പിന്നെ പഴകിക്കലാം, മദ്രാസ് ടു മധുരൈ, വാ 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 വെണ്ണില, യാരെന്ന് സൊന്നാല് നിങ്ങൾക്കറിയാം ആ പാട്ടും. അപ്പോൾ ആ ഒരു കോംബോ വീണ്ടും എത്തിയാണ്. ആരൊക്കെ കൂടാണ് എത്തുന്നത്, എങ്ങനെയൊക്കെയാണ് എത്തുന്നത് നമുക്ക് കണ്ടുപോകാം. ബാക്ക് ഗൈസ്, വിത്ത് ദ ബ്ലെസ്സിങ്സ് ഓഫ് ഡോക്ടർ എസ് സി ഷൺമുഖം. സീരിയസ് தமன்னா புருஷனா இருக்கிறது முக்கியம் இல்ல, விஷாலு மறைக்காதீங்க. முக்கியமான டயலாக். புருஷனா இருக்கிறது தான் முக்கியம். புரியுதாத்த? தொடரும். சார் நீங்களா? வெளியில யாரி பாபு அதான் உங்க துணி நெஞ்சில் இல்லாத என் கையாலே வச்சுக்கோங்க. பாருங்க எவ்வளவு பெரிய ஹீரோ, மழை வர மாதிரி இருக்குதுன்னு நம்ம துணி எடுத்துட்டு வராரு. நீங்களும் இருக்கீங்களே. விடுங்க பாவம், வேலை செய்யும். இப்போதான் நம்ம சீரியல் பார்த்தேன். செம்ம emotional dialogue sir. ஒரே ஒரு வாரம் அது நேர்ல சொல்லி காட்டுங்க ப்ளீஸ் ப்ளீஸ் ப்ளீஸ். எனக்காக புருஷனா இருக்கிறது முக்கியம் இல்ல, புருஷனா இருக்கிறது தான் முக்கியம். பாஸ், நான் ஒன்றும் சொல்லிக்கிறேன் பாஸ், நான் என்ன சொல்லிக்கிறேன். അപ്പോൾ യോഗി ബാബുവും ഉണ്ട് കോമഡിക്ക്. യോഗി ബാബുവിൻ്റെ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. യോഗി ബാബു ഇതിൽ അത് തന്നെ ഒരു സ്പൂഫ് ടൈപ്പ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്, കോമഡി ആയിട്ട്. അതായത് സീരിയലിലുള്ള നായകനായിട്ടാണ് യോഗി ബാബു വരുന്നത്. യോഗി ബാബു എന്നിട്ട് വീട്ടിൽ നിന്ന് താഴെ നിന്ന് തുണി എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ തന്നെ അറിയൊരു സ്പൂഫ് ടൈപ്പ് കോമഡി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വിശാലെ കണ്ടിട്ട് ആ തുടക്കത്തിൽ പാവം പോലെ അഭിനയിച്ചത് അവസാന മാസം കാണിക്കുന്ന ഒരു സ്ഥിരം നായകനായിട്ട് വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കണ്ടു നോക്കാം. വാ ഗൈസ്. മനസ്സില ഇത് ആമ്പിളല്ല പാട്ടാണ്. எனக்கு ரொமான்டிக் சாங்ஸ்னா ரொம்ப பிடிக்கும். வாழ்க்கை செஞ்ச பணியார் மாதிரியே இருக்காது. நீங்க டீயா நல்லா போடுங்க. எப்படி போடுன்னு மட்டும் பாருமா. അറിയാമോ, നമ്മൾ വിചാരിച്ചത് തന്നെ ഗൈസ്. പാവമായിട്ട് അഭിനയിക്കുന്ന നായകൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. അതിൽ നായകൻ ഭയങ്കര ശക്തനാണ്. അത് പക്ഷെ ഭാര്യയ്ക്ക് അറിയില്ല. ഭാര്യയുടെ നായകൻ പാവമായിട്ട് അഭിനയിച്ച് നിൽക്കും. അത് തന്നെയാണ് ഇതുവരെ കണ്ടതിൽ അങ്ങനെയാണ്. ഇനിയിപ്പോ വീണ്ടും സസ്പെൻസോ വേറെയും കാര്യങ്ങളുണ്ടോ എന്ന് കണ്ടു തന്നെ അറിയണം. വാ. ஓ உங்களை யாரோ நினைக்கிறாங்க. நீங்க நினைக்கிறதா ரத்தம் வர வரைக்கும் இன்னைக்கு ஃபுல்லா விக்கினே இல்ல தண்ணி குடிச்சாலும் சொன்னேன். இருங்க நான் கொண்டு வரேன். ஐயோ இருங்க, ஒண்ணுக்குள்ள ஒன்னாயிட்டோம். இது நம்ம வீடு, நானே போய் குடிச்சிட்டேன்.
നല്ല ഫൈറ്റ് ചേട്ടാ. விஷால் பிசிக் ഉണ്ട്. என்ன சத்தம்? டீல போட இஞ்சி தட்டிட்டு இருக்காமா? டெய்லி இப்படி தான் டீ போடுவீங்களா பாஸ்? அப்படியே ஷெல்ஃப்ல இருந்து ஏலக்காவை நசுக்கி போடுங்க. அவன் ஏற்கனவே எல்லாரும் நசீகமாக போட்டுக்கிறான். டேய் கேரட் போட வேண்டிய கேரட்டை காதுக்குள்ளே போட்டுக்கிறேன். ஜன்னலா? ஐயோ, இந்த கவர் கூட இல்ல. இதையும் நானே பண்ணணுமா? சார், என்ன பண்றீங்க? பேசிட்டு இருக்கோமா? விக்கற நின்னுச்சா? ஹார்ட்பீட்டே நின்னுடுச்சா? நீ ஹார்ட் பீட்டே நின்னுடுச்சு. ஃபைட்டே கொள்ளலாம் கேட்டா. சக்கரை அளவா போடுங்க. இது வெரைட்டி உண்டு, கொள்ளலாம், நல்ல ஃபைட். அரை ஸ்பூன். வேணாம், கால் போடுங்க. கால் போடுங்க. காலே போடுறேன். ஓ விஷாலி. சாரி ஹீரோ சார், டீ எல்லாம் கொட்டிடுச்சு, ஃப்ரெஷ்ஷாக போட்டுட்டு வரேன். எக்ஸ்கியூஸ் மீ. புருஷனாக இருக்கிறது முக்கியம் இல்லை, புருஷன் பொறுமையாக இருக்கிறது முக்கியம். காட் பிளஸ். நீங்க ஏன் சார் கிச்சன் பக்கம் போனீங்க? ഞാൻ പറഞ്ഞില്ലേ അത് തന്നെയാണ്. ഒരു പാവമായിട്ട് വീട്ടിൽ ഭാര്യ തന്നെ ഒന്നും അറിയാത്ത പോലെ ഭാര്യ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് പാവം പുരുഷനായിട്ട് നടക്കുന്ന ഒരു യുവാവ്. പക്ഷെ നടൻ വേറെ എന്തോ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ വേറെ ഏതോ ഒരു സംഭവം ചെയ്തിട്ട് പാവം പോലെ വന്ന് ഇരിക്കുന്നതാണ്. അപ്പൊ കണ്ടു നോക്കാം. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഈ സിനിമ ഒരുപാട് ടൈം ഒന്നും എടുക്കാൻ സാധ്യതയില്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ തോന്നുന്നു. പക്ഷെ ടൈറ്റിൽ ടീസർ അവർ ഇറക്കുന്നതിന് ഇത്രയും വലുതായിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് അവർ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ഫണ്ണാക്കി ഇറക്കിയിരിക്കുകയാണ്. അതിൽ നല്ല ഫൈറ്റ്, മിക്സി കൈ പോകുന്നത്, ക്യാരറ്റ്, ചായ, നല്ല ഫൈറ്റ് കാണാൻ തന്നെ കൊള്ളാം. ആ ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ കൊള്ളാം. ഒരു ഷെയ്ഡിങ്, ഒരു എന്താ പറയുക, ഒരു ഗ്രേ ടോൺ പോലത്തെ ഒരു ഷെയ്ഡിങ് ആണ് അവർ കളർ ഷെയ്ഡിങ് ചെയ്തിട്ടുള്ളത്, കളർ ഗ്രേഡിങ്. தக்காளி சாரா அவன் மாசாக இருக்கிறான், இது லூஸாக இருக்குது. மாசம் நல்ல பீஸாக இருக்குது. ஆனா நல்ல இன்னும் கிச்சன்ல என்ன பண்றீங்க? க்ளீன் பண்ணிட்டு ஏய் புருஷன், the husband. எப்படி இருக்கு தம்பி? தமனா சூப்பர். டேய், டீசர் எப்படி இருக்குன்னு கேட்டா டீசர் சூப்பருங்க. டைட்டில் அது சாஃப்டா இருக்கு. சாஃப்டா புருஷன் 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 சாஃப்ட். அது புருஷனா? புருஷன் 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 சூப்பருங்க. இதெல்லாம் முதல்லயே சொன்னேன். ஆனா இந்த மாடலேஷன்ல சொல்லியேனே டைட்டில் ஓகேல, சூப்பர். பாட்டு போட்டு வெளியே பாரு. டேய், அடுத்த வாரம் ஷூட்டிங் சாங் வேணும். படத்துல ஒரு கர்ணம் பல்லவில கரெக்டா இருக்கும்ல. ஒரே பாட்டுல 8 பல்லவி 43 கர்ணம் வேற மாதிரி பண்றோம். அது பாட்டு போட்டுறல പുരുഷൻ. അപ്പോ സുന്ദർ സി സംവിധാനത്തിലെ വിശാലിനെ നായകനാക്കി ഹിപ്പ് ഹോപ്പ് തമിഴ് മ്യൂസിക് ചെയ്യുന്ന തമന്ന നായികയായെത്തുന്ന പുതിയ ചലച്ചിത്രത്തിന്റെ പേരാണ് പുരുഷൻ. പുരുഷൻ എന്നാണ് പടത്തിന്റെ പേരിട്ടിരുന്ന. അടുത്ത ആഴ്ച ഷൂട്ടിംഗ് തുടങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവർ മൂന്നുപേരും തമ്മിലുള്ള ആ ഒരു കോംബോ, സുന്ദർ സി, വിശാല്, ഹിപ്പ് ഹോപ്പ് തമിഴ് ആമ്പള സിനിമയിൽ ഇവരുണ്ട്. ഇവരിങ്ങനെ പാട്ടിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഹിപ്പ് ഹോപ്പ് തമിഴാൻ്റെ സുന്ദർ സി ചോദിക്കും പാട്ട് റെഡി ആയിരിക്കുമെന്ന്. അപ്പോൾ വിശാൽ ചോദിക്കും ഇവിടെ ചരണം പല്ലവിയൊക്കെ ഉണ്ടാകുന്നൊക്കെ, അങ്ങനെയൊക്കെ ചോദിക്കും മ്യൂസിക്കിനെ പറ്റി. അപ്പോൾ ചരണം എന്താണെന്ന് പല്ലവി എന്താണെന്ന് ഹിപ്പ് ഹോപ്പ് തമിഴ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കോംബോയാണ്, ഒരു ഫൺ കോംബോയാണ്. ഇപ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു 15 പാട്ടുകൾ ഞാൻ ചെയ്യാം, കാരണം എനിക്ക് കൺസേർട്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ എനിക്ക് കൺസേർട്ടിലും കൂടെ പാടാനാവുമെന്നൊക്കെ. എന്തെങ്കിലും ആവട്ടെ, നീ പെട്ടെന്ന് പാട്ട് റെഡിയാക്കുന്ന വിശാൽ പറയുന്നു. പിന്നെ അതൊക്കെ പോട്ടെ, അടുത്ത ആഴ്ചയാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നത്, നീ എങ്ങനെയെങ്കിലും പാട്ടൊക്കെ റെഡിയാക്കുമെന്ന് സുന്ദർ സി പറയുന്നു. അപ്പോൾ ആ ഫൺ കോമ്പാണ്. ഖുഷ്ബു സുന്ദറാൻ തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സുന്ദർ സിയും എല്ലാം, ഇവരെല്ലാം ഒരേ ടീം തന്നെയാണ്. പുരുഷൻ ടൈറ്റിൽ ടീസർ നന്നായിട്ടുണ്ട്. ആ ഒരു തുടക്ക യോഗി ബാബുയുടെ ആ കോമഡി, ആ തമന്നയുടെ ഇന്നസെൻസ്, പിന്നെ
തമനെ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ല. நல்லா இருந்தாலும் நல்ல லூஸா இருந்தாலும் நல்ல பீஸா இருக்காളെന്ന്. യോഗി ബാബുവിന്റെ ആ ഒരു സെറ്റ് ടൈപ്പ് ഓഫ് കോമഡി ഡയലോഗ്സ് ഒക്കെ വേറെ ലെവലാണ്. ആൻഡ് വിശാലിന്റെ ആ കിച്ചണിലുള്ള ഫൈറ്റ് നന്നായിട്ടുണ്ടായിരുന്നു. ആ ക്യാരറ്റ് കാതിൽ കുത്തി വയ്ക്കുന്നത്, മിക്സിയിൽ കൈ കയറ്റുന്നത്, ചായ ഒഴിച്ചു കൊടുക്കുന്നത്, ഫൈറ്റ് ഇടിക്കുന്നത്, കാലുടയ്ക്കുന്നത്, ആ ഫൈറ്റ് നന്നായിട്ട് ആ ഒരു ചെറിയൊരു സ്ഥലത്തിൽ വെച്ചാൽ നല്ലൊരു ഫൈറ്റ്. അത് ഒരുപാട് സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ എന്നാൽ ആ ഇടിക്കാൻ വന്നതിന് ഒരുപാട് ഡാമേജും ആക്കിയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻസ് ആണ് അതിൽ കണ്ടത്. നല്ലൊരു സീൻ തന്നെയായിരുന്നു. നല്ല കിടിലൻ ആ ഒരു ഫൈറ്റ് തന്നെയാണ് അവിടെ ഒരു ചെയ്തിട്ടുള്ളായിരുന്നത്. മൊത്തത്തിൽ ടൈറ്റിൽ ടീസറും കൊള്ളാം. പുരുഷൻ എന്നാണ് പേര്. അപ്പോൾ ഇത് തന്നെയായിരിക്കും പടം. എനിക്കൊരു കോമഡി ടൈപ്പ് തന്നെ വരാനാണ് സാധ്യത കൂടുതൽ. ഒരു ഫൺ മോഡിൽ, പിന്നെ മാസും കാര്യങ്ങളൊക്കെ ഇടയിലുണ്ടാവും. പിന്നെ ഹിപ്പ് ഹോപ്പിൻ്റെ കിടിലം പാട്ടുകളുണ്ടാവും. സുന്ദർസിയുടെ ഡയറക്ഷൻ കണ്ടുപോകാൻ എങ്ങനെയാണ് എനിക്കൊന്നും ഇതൊരുപാട് ടൈമൊന്നും എടുക്കാനും സാധ്യതയില്ല. പെട്ടെന്ന് വരാൻ തന്നെ സാധ്യത. ധർമ്മദുരയിൽ തമന്ന ഉണ്ടാവും. നിങ്ങൾക്കറിയാം, വിജയ് സേതുയുടെ ധർമ്മദുരയിൽ തമന്നായി നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ധർമ്മദുരയിൽ തമന്ന ഉള്ളതുപോലെയാണ് ഈ സിനിമയിൽ ആ ലുക്കിലൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷെ അതിലൊരു ക്ഷീണിച്ച പോലെ ഇതിൽ കുറച്ച് ആക്റ്റീവായിട്ടിരിക്കുന്നുണ്ട്. ആൻഡ് തമന്ന ഇപ്പോൾ അറിയാം, ഒരു പാട്ടിനൊക്കെ 6 മിനിറ്റിനൊക്കെ ഡാൻസ് ചെയ്യുമ്പോൾ 6 കോടി വരെ വാങ്ങുന്ന ഹൈഡ് പെയ്ഡ് ഡാൻസർ ആയിട്ടുണ്ട്, ആക്ട്രസ് ആയിട്ടുണ്ട്. ആൻഡ് പുള്ളിക്കാരി അവർ കൺവിൻസ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതാണ്. പിന്നെ തമന്ന സുന്ദർസിയുടെ പടത്തിലൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. ആക്ഷൻ എന്നൊരു പടമുണ്ട്, സുന്ദർസി ഹിപ്പ് ഹോപ്പ് തമിഴ് വിശാൽ, ആ ഒരു ബന്ധത്തിൽ തന്നെയാണ്. ആക്ഷൻ എന്നൊരു പടമുണ്ട്, സിനിമയുടെ പേര്. പക്ഷെ അത് ബോംബായിരുന്നു. ബട്ട് ഈ പടം എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുപോകാം. മൊത്തത്തിൽ വിശാലിൻ്റെ ഈ പുരുഷൻ ടൈറ്റിൽ ടീസർ ഗംഭീരമായിട്ടുണ്ട്.